നമസ്കാരം. ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ കാലമായി നിലനിന്നിരുന്ന ലഡാക്കിലെ അതിർത്തി പ്രശ്നങ്ങൾക്ക് അവസാനമാകുന്നുവെന്ന സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടുത്തിടെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ലഡാക്കിൽ ഇന്ത്യയും ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങളുടെ 75% പരിഹരിക്കപ്പെട്ടുവെന്ന സ്ഥിരീകരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അവശേഷിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും ചൈനീസ് സൈനിക പിന്മാറ്റം എത്രയും പെട്ടെന്ന് സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഇതിന്റെ ഭാഗമായി റഷ്യയിൽ ബ്രിക്സ് സമ്മേളനത്തിനിടെ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയുടെ വിദേശമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഇരു സൈന്യങ്ങളും കിഴക്കൻ ലഡാക്കിലെ 4 മേഖലകളിൽ നിന്നും പിന്മാറിയിരിക്കുന്നുവെന്ന് ചൈനയുടെ വിദേശ മന്ത്രാലയ വക്താവ് മാവോ നിങ്ങും വ്യക്തമാക്കുകയുണ്ടായി. അതിർത്തി മേഖലയിലെ ഭൂരിഭാഗ തർക്ക മേഖലയിൽ നിന്നും ചൈന പിന്മാറിക്കഴിഞ്ഞുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. പ്രക്ഷുബ്ധമായ ഒരു ലോകത്തെ നേരിടുന്ന ഇന്ത്യയും ചൈനയും രണ്ട് പുരാതന സംസ്കാരങ്ങളും ഉയർന്നുവരുന്ന വികസ്വര രാജ്യങ്ങളും എന്ന നിലയ്ക്ക് സ്വതന്ത്രമായ നിലപാടുകൾക്കും ഐക്യത്തിനും സഹകരണത്തിനും മുൻഗണന കൊടുക്കുകയും പരസ്പരം വിഴുങ്ങുന്ന അവസ്ഥ ഒഴിവാക്കുകയും വേണം. ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാങ് യി പറഞ്ഞതാണ് ഇക്കാര്യം. ചൈനീസ് മാധ്യമമായ സിൻഹുവ ന്യൂസ് ഏജൻസി വാങ് യിയുടെ ഈ പ്രസ്താവന പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ തമ്മിലുണ്ടായ സമവായ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും പരസ്പര ധാരണയും വിശ്വാസവും മെച്ചപ്പെടുത്തുവാനും തുടർച്ചയായ ആശയവിനിമയം നിലനിർത്തുവാനും ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാനും തീരുമാനിച്ചതായി വാങ് യി കൂട്ടിച്ചേർത്തിരുന്നു. 2020 ജൂൺ മാസത്തിൽ ഗാൽവാൻ താഴ്വരയിൽ ഇരു രാജ്യങ്ങളുടെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ ശേഷമാണ് ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് കൂടുതൽ വിള്ളൽ വീണത്. അന്ന് ഇന്ത്യയുടെ 20 സൈനികരും ചൈനയുടെ 50ഓളം സൈനികരും കൊല്ലപ്പെട്ടതായാണ് വിദേശ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. അതിർത്തിയിലെ വർദ്ധിച്ച സൈനികവൽക്കരണമാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അഥവാ LAC എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യ ചൈന അതിർത്തിയിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇരു രാജ്യങ്ങളുടെയും 50,000 മുതൽ 60,000 വരെ സൈനികരാണ് കൊടും തണുപ്പിൽ അവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 20,000 അടി ഉയരമുള്ള സിയാച്ചിൻ ഹിമാനി മലനിരകളിൽ 1984 മുതൽ കാവൽ നിന്ന് പരിചയമുള്ള ഇന്ത്യൻ സൈന്യത്തിന് ലഡാക്ക് വലിയ വെല്ലുവിളിയായിരിക്കില്ല. എന്നാൽ ചൈനീസ് പട്ടാളത്തിന് വളരെ കടുപ്പമുള്ളതാണ് ഈ കാലാവസ്ഥ. കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തലാക്കിയത്. അതുവരെ ഒരു മാസം 500ഓളം വിമാനങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സർവീസ് നടത്തിയിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിമാന സർവീസുകൾ നിർത്തലാക്കിയതിനു ശേഷമാണ് ഗാൽവാൻ പ്രശ്നമുണ്ടാകുന്നത്. അതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിലടക്കം നിയന്ത്രണങ്ങൾ വന്നു. തുടർന്ന് എല്ലാ ചൈനീസ് നിക്ഷേപങ്ങളും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായി. അങ്ങനെ ചില നിക്ഷേപങ്ങളിൽ നിന്നും രാജ്യം പിന്മാറുകയും ചെയ്തു. അതുപോലെ ഇന്ത്യയിലെ നിർണായക മേഖലകളിലെ ചൈനീസ് നിക്ഷേപത്തിന് വിലക്കും വീണു. ഇന്ത്യ ചൈന വിഷയങ്ങൾ ഇരു രാജ്യങ്ങൾക്കിടയിലും എന്ന പോലെ ആഗോളതലത്തിലും വിവിധ രാഷ്ട്രീയ വികാസങ്ങൾക്ക് പശ്ചാത്തലമാകുന്നുണ്ട്. ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നം, റഷ്യ യുക്രൈൻ യുദ്ധം എന്നിവ പോലെ തന്നെ ലോകരാഷ്ട്രീയത്തിൽ വർഷങ്ങളായുള്ള ചർച്ചാ വിഷയമാണ് ദക്ഷിണേഷ്യയിലെ സംഘർഷാവസ്ഥകളും. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് മുഹമ്മദ് യൂനൂസിനെ അവരോധിക്കുന്നതിൽ US നേതൃത്വത്തിലുള്ള CIA വിജയിച്ചതോടെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള നിഴൽ യുദ്ധങ്ങൾക്ക് പുതിയ മാനം കൈവന്നിരിക്കുകയാണ്. അമേരിക്കയുടെ ലോക മേധാവിത്വം നിലനിർത്തുന്നതിൽ പ്രധാന ശത്രു ചൈനയാണ്. ചൈന US-നെ എതിർക്കുന്നു എന്നതിനൊപ്പം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അവർ റഷ്യൻ പ്രസിഡന്റ് പുടിന് പരസ്യ പിന്തുണ നൽകുന്നുമുണ്ട്. അവരുടെ ഏഷ്യൻ മേധാവിത്വം ഉറപ്പിക്കുന്നതിന് വെല്ലുവിളി ഉയർത്തുന്ന ഇന്ത്യയെ വലിച്ചു താഴെയിടാനുള്ള ശ്രമങ്ങളാണ് പല രീതിയിൽ വർഷങ്ങളായി ചൈന നടത്തിവരുന്നത്. ഇതിനുള്ള വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ മാസം മണിപ്പൂരിൽ ബോംബ് പ്രയോഗത്തിനായി തീവ്രവാദികൾ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ. അതുപോലെ തന്നെ കാശ്മീർ ഭീകരരുടെ കയ്യിൽ നിന്നും അടുത്തിടെ ചൈനീസ് ആയുധങ്ങൾ പിടിച്ചെടുക്കുകയുമുണ്ടായി. ചൈനയെ ഒരിക്കലും പൂർണ്ണമായി വിശ്വസിക്കാൻ കൊള്ളില്ല എന്നത് ഇന്ത്യ പഠിച്ചിട്ടുള്ള ഒരു സത്യമാണ്. കാരണം ചൈനയുമായി ഒപ്പിടുന്ന കരാറുകൾ അവർക്ക് ആവശ്യമുള്ളപ്പോൾ ലംഘിക്കപ്പെടുന്ന ചരിത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. തങ്ങളെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുടെ ചങ്ങല ഇന്ത്യയുടെ കഴുത്തു മുറുക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന ചൈനീസ് തന്ത്രം വിജയിച്ചു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. നേപ്പാൾ, ശ്രീലങ്ക എന്നീ അയൽ രാജ്യങ്ങളെ വരെ ചൈന ആ തന്ത്രത്തിന്റെ ഭാഗമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തകിടം മറിയുകയാണ്. ഏതു പ്രതികൂല സമയത്തും ചൈനയ്ക്കൊപ്പം നിന്നിരുന്ന പാകിസ്ഥാൻ പോലും കാലം മാറിയതോടെ അമേരിക്കയോട് അടുക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. ബംഗ്ലാദേശിൽ ഇന്ത്യയെ അനുകൂലിച്ചിരുന്ന ഭരണാധികാരിയായ ഷെയ്ഖ് ഹസീനയെ ദുർബലപ്പെടുത്താനും അവർക്കെതിരെ വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും അണിനിരത്താനുമുള്ള ശ്രമങ്ങൾക്ക് ചൈന ചുക്കാൻ പിടിച്ചിരുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ചൈനയുടെ അത്തരം ശ്രമങ്ങളെ മറികടന്ന് അവസാനം ജയിച്ചത് CIA ആയിരുന്നു. ബംഗാൾ ഉൾക്കടലിലെ സെയിന്റ് മാർട്ടിൻസ് ദ്വീപിൽ അമേരിക്കൻ നാവിക താവളം സജ്ജമാക്കാൻ CIA പദ്ധതിയിടുന്നുണ്ട്. അത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യയെക്കാളും ഉത്കണ്ഠ ചൈനയ്ക്കായിരിക്കും.
തന്നെയായിരിക്കും. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് മ്യാൻമർ, ബംഗ്ലാദേശ്, മണിപ്പൂർ എന്നീ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം രൂപീകരിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നുണ്ടെന്ന് അടുത്തിടെ ഷെയ്ഖ് ഹസീന ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത്തരം ആഗോള രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം ചില ആഭ്യന്തര പ്രതിസന്ധികളും നിലവിൽ ചൈനയ്ക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക തകർച്ചയാണ്. തൊഴിലില്ലായ്മ ചൈനയിൽ കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള ഭൂരിഭാഗം സാമ്പത്തിക മേഖലകളും മാന്ദ്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വൻകിട കമ്പനികൾ ചൈനയിൽ നിന്നും തങ്ങളുടെ ഉൽപാദന ഫാക്ടറികൾ ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയുമാണ്. അതുപോലെ അമേരിക്കയും പല യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയ്ക്ക് ഉപരോധങ്ങളും അധിക ഡ്യൂട്ടിയുമൊക്കെ ഏർപ്പെടുത്തുകയുമാണ്. അതിനാൽ തന്നെ അതിർത്തി തർക്കങ്ങൾക്കായി മുടക്കാനുള്ള സമയവും പണവും ചൈനയുടെ പക്കൽ ഇപ്പോഴില്ല. ഇന്ത്യയുമായുള്ള അതിർത്തി തർക്ക പരിഹാരത്തിന് പശ്ചാത്തലമാകുന്നതും അതുതന്നെയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്ക പരിഹാരത്തിനായുള്ള തീവ്ര ശ്രമങ്ങൾ മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചിരുന്നു. രാജ്യസുരക്ഷ അടക്കമുള്ള നിർണായക മേഖലകൾ ഒഴികെയുള്ളവയിൽ ചൈനീസ് നിക്ഷേപം അനുവദിക്കണമെന്ന നിർദ്ദേശം ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ വന്നിരുന്നു. കഴിഞ്ഞ മാസം 5 ചൈനീസ് പ്രൊജക്ടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുകയും ചെയ്തു. അതുപോലെ ബിസിനസ് വിസ വേഗത്തിൽ കൊടുക്കാനും ചൈനീസ് എഞ്ചിനീയർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കുമെല്ലാം വേഗത്തിൽ വിസ ലഭ്യമാക്കുന്നതിനുമായി ചില നയങ്ങളിൽ രാജ്യം മാറ്റം വരുത്തിയിട്ടുമുണ്ട്. ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കപ്പെട്ടാൽ ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ വർഷം ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടന്ന ഇതേ ഉച്ചകോടിയിലാണ് ഇരു നേതാക്കളും തമ്മിൽ അവസാനമായി കണ്ടത്. അന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ആരാണ് മുൻകൈ എടുത്തത് എന്നതിനെ കുറിച്ച് വിവാദമുണ്ടായിരുന്നു. മോദിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഷീ ജിൻപിങ് സംസാരിച്ചതെന്നായിരുന്നു ചൈനയുടെ വാദം. എന്നാൽ ഇന്ത്യ അത് നിഷേധിച്ചു. മുമ്പ് ചൈന നടത്തിയ അഭ്യർത്ഥനയോട് പ്രതികരിക്കുക മാത്രമാണ് പ്രധാനമന്ത്രി ചെയ്തതെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയുമുണ്ടായി. ഇരു രാജ്യങ്ങളുടെയും സ്വരച്ചേർച്ചയില്ലായ്മ ആ വിവാദത്തിൽ വെളിപ്പെട്ടു. എന്നാൽ അതിർത്തി പ്രശ്നങ്ങളുടെ കനത്ത മഞ്ഞ് ലഡാക്കിൽ ഉരുകിത്തുടങ്ങിയ സാഹചര്യത്തിൽ ഇനി നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ച മുൻപത്തേതിൽ നിന്നും വിപരീതമായി ഫലമണിയുമെന്നാണ് കരുതപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.